പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അഖില ലോകരക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഐവിനസ് എന്ന യൂട്യൂബ് ചാനലിൽ അല്പം ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഐവിനസ് എന്നാൽ ദൃക്സാക്ഷി എന്നാണ് അർത്ഥം. കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവർ പങ്കുവയ്ക്കുന്ന ചില സാക്ഷ്യങ്ങൾ, പ്രബോധനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ എന്നിവയാണ് ഈ ചാനലിലൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. പാട്ടുകൾ കേൾക്കാൻ കഴിയും. അതുപോലെ തന്നെ അങ്ങനെ സുവിശേഷ താല്പര്യരായ ആളുകൾക്ക് ശ്രവിക്കത്തക്ക രീതിയിൽ ചില സുവിശേഷ സത്യങ്ങളെ വിളിച്ചു ഘോഷിക്കുന്ന ഒരു ചാനലാണ് ഐവിനസ് എന്ന ഈ ചാനൽ. നിങ്ങൾ ദയവായി ഇത് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യണം. ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ബൈബിളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കാണ് നരകം എന്ന് പറയും. നരകം, ഹെൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. സ്വർഗവും നരകവും ഉണ്ടോ എന്നൊരു ചോദ്യം ഒരു സാധാരണ മനുഷ്യൻ ഒരാളോട് ചോദിച്ചാൽ പറയും ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. എന്നാൽ വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു വിഷയം, നരകവും സ്വർഗവും എന്നത് ഭൂമിയിൽ കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല എന്നും മനുഷ്യൻ്റെ മരണശേഷമുള്ള ജീവിതത്തിൽ അവൻ ഭൂമിയിലായിരുന്ന സമയത്ത് അവൻ എന്തു തിരഞ്ഞെടുത്തു അതിനനുസരിച്ചാണ് നരകവും സ്വർഗവും ലഭിക്കുന്നത് എന്നുള്ള ഒരു സത്യം കൂടെ ബൈബിൾ നമ്മളെ മനസ്സിലാക്കി തരികയാണ്. ബൈബിൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഒരു പുസ്തകമാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ച് കളയരുത്. അതെല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രമാണങ്ങളാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് നിശ്ചയമായും 100% സത്യവും അത് നമുക്ക് അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെയാണ്. കാരണം അത് ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടൊരു പുസ്തകമാണ്. ഇതിനകത്ത് മനുഷ്യന് ദോഷം വരുത്തുന്ന ഒന്നുമില്ല. എല്ലാം മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നാണ് ഇത് പറയുന്നത്. എല്ലാവരും ഒരേ അപ്പൻ്റെയും അമ്മയുടെയും മക്കളാണെന്ന് പറയുന്നത്. വിവിധ ജാതി, വർഗ, വർണ്ണ വിവേചനമില്ലാതെ സകല ആളുകളെയും സകല രാജ്യത്തിലുള്ളവരെയും ഒരുപോലെ കാണുന്ന ഏക ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ തന്നെയാണ്. ഇതിനകത്ത് ദൈവത്തിന് വിരോധികളായവരോ അല്ലെങ്കിൽ ദൈവത്തിന് അനുകൂലികരായോ എന്നൊരു വേർതിരിവില്ലാതെ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ മക്കളാണെന്ന് വിളിച്ചു പറയുന്ന, എല്ലാവരും ഒരു രക്തത്തിൽ നിന്ന് പിറന്നവരാണെന്ന് വിളിച്ചു പറയുന്ന ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ മാത്രമാണ്. ഇതിന് വേർതിരിവില്ല. ആഫ്രിക്കനെന്നോ അമേരിക്കനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ആദിവാസിയെന്നോ ഉന്നത കുലജാതനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണുകയും എല്ലാ മനുഷ്യൻ്റെയും ആത്മാവിന് ഒരേ വില കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിളിനകത്ത് പറയുന്ന ഒരു മഹത്വരമായ കാര്യം, എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയം എന്ന് പറയുന്നത്, ഈ സകല മനുഷ്യരുടെ ആത്മാവിന് ഒരേ വിലയാണ് എന്ന് പറയുന്നതാണ്. എല്ലാ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഭൂലോകത്തേക്കാൾ വിലയുള്ളതാണെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പിച്ചക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു ധനാട്ടിൻ്റെയോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ ഒരു സാധാരണ അണിയുടെയോ ആരുടെയും ആകട്ടെ അവരെല്ലാം ആത്മാവിന് ഒരേ വില കൽപ്പിക്കുന്നവനായ ദൈവം സകല മനുഷ്യരെയും തുല്യരായി കാണുകയും സകല മനുഷ്യരെയും ആഴമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നരകം എന്നുള്ള ഒരു വിഷയമുണ്ട്. അതുപോലെ തന്നെ സ്വർഗം എന്നൊരു വിഷയവും ഇതിനകത്ത് കാണുന്നുണ്ട്. സ്വർഗം, ഭൂമിയിലും നമുക്ക് സ്വർഗം ദൈവം പ്രദാനം ചെയ്തിട്ടുണ്ട്. ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലാണ് ആ സ്വർഗീയ അനുഭവം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം രാജാവായിട്ട് വരുന്നിടം, ആയിരിക്കുന്നിടത്തെയാണ് ദൈവരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോക ജീവിതത്തിൽ തൻ്റെ ശുശ്രൂഷ വേളകളിൽ ശക്തമായി പ്രഘോഷിക്കപ്പെട്ട ഒരു പ്രത്യേക വാക്കാണ് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവരാജ്യം വന്നിരിക്കുന്നു എന്ന് അദ്ദേഹം ഈ ഭൂമിയിലായിരുന്ന സമയത്ത് പ്രസ്താവിക്കുകയുണ്ട്. അതിൻ്റെ കാരണം ദൈവരാജ്യം എന്നാൽ ദൈവത്താൽ ഭരിക്കപ്പെടുന്ന ഒരു രാജ്യമാണെന്നും ആ ദൈവരാജ്യത്തിലെ പ്രജകളായിരിക്കുന്ന സകലർക്കും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടും ദൈവത്തോട് സംസാരിച്ചുകൊണ്ടും ദൈവ സാന്നിധ്യത്തിലും ദൈവിക സന്തോഷത്തിലും ജീവിക്കാൻ കഴിയുമെന്നുമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രത്യേകമായൊരു സന്ദേശം ബൈബിളിനകത്ത് വരച്ച് കാണിക്കുന്നുണ്ട്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഞങ്ങളുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്, ഇടപെടുന്ന ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്നവന ദൈവമാണ്, അത്ഭുത രോഗസൗഖ്യം നൽകുന്ന ദൈവമാണ്. ഏത് പരിതസ്ഥിതിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനും കരകയറ്റുവാനും ഒരു മനുഷ്യനെ എന്ന പോലെ കരങ്ങൾ കൊണ്ട് വന്ന് ഇടപെടുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ബൈബിൾ പ്രതിപാദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ഉദാഹരണങ്ങൾ അതിന് ബൈബിളിനകത്ത് എടുത്തു കാണിക്കുവാനായിട്ട് കഴിയും. പക്ഷേ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു വിഷയം നരകം എന്നുള്ള വിഷയമാണ്. നരകമുണ്ടോ? ഒരു സ്വാഭാവിക ചോദ്യമാണ്. നരകമുണ്ടോ? നരകമുണ്ടോ എന്ന് ചോദിച്ചാൽ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നത് നരകം ഉണ്ടെന്നാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലും അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലും ഒക്കെ വളരെ വ്യക്തമായിട്ട് ദൈവം വരച്ച് കാണിക്കുന്ന വിഷയം നരകമുണ്ടെന്നുള്ളതാണ്. ഒരിക്കൽ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, താൻ ഒരു പാപം ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുകയാണ്, ദൈവം പറയുകയാണ്, അതായത് നീ സ്തോത്രം പാപം ചെയ്ത നിന്റെ കൈ കൊണ്ട് നീ പാപം ചെയ്യുന്നെങ്കിൽ കൈകളെ വെട്ടിക്കളക. കാരണം നീ കൈ ഉള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് കൈയില്ലാത്തവനായി സ്വർഗത്തിൽ പോകുന്നതാണെന്ന് പറയുന്നത്. അപ്പം നരകത്തിൻ്റെ ഭീകരതയാണ് അവിടെ കാണുന്നത്. നരകം എന്നത് ഭീകരമായൊരു അന്തരീക്ഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ബൈബിൾ വായിച്ചു വരുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, നരകം എന്ന് പറയുന്നത് പിശാചിന്, സാത്താന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് നരകം എന്നാണ് എഴുതിയിരിക്കുന്നത്. സാത്താന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് നരകം.
ആ നരകത്തിൽ സാത്താൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാം, ലൂസിഫറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഏഞ്ചൽസിന്റെ ഗ്രൂപ്പാണ് സാത്താൻ എന്ന് പറയുന്നത്. പണ്ടൊരിക്കൽ ഇവര് ദൈവത്തോട് കൂടെ ഇരുന്നവരും ദൈവത്തിന്റെ ദൂതന്മാരുമായിരുന്നു. എന്നാൽ അഹങ്കാരം മൂത്തിട്ട് ദൈവത്തോട് പിറുപിറുത്തവർ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയ, അല്ലെ ദൈവം ഉപേക്ഷിക്കപ്പെട്ട ഗ്രൂപ്പാണ് ലൂസിഫറിന്റെ നേതൃത്വത്തിൽ വരുന്ന പിശാശുക്കൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്. അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്, സ്പിരിറ്റാണ് അവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവരുടെ പ്രവർത്തനം ശക്തമായ നിലയിൽ മനുഷ്യനെ സ്വാധീനിക്കാറുണ്ട്. മനുഷ്യനെ ചില സാത്താനൊക്കെ കയറി അവര് വളരെ വികൃതമായ നിലയിൽ അവർ പെരുമാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സാത്താൻ ഒരു മനുഷ്യനെ പ്രവേശിപ്പാനായിട്ട് കഴിയും എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സാത്താന്റെ ആ ഇംഗിതങ്ങൾ, ആ താല്പര്യങ്ങൾ പലപ്പോഴും മനുഷ്യൻ പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ദൈവാത്മാവ് മനുഷ്യരെ കയറിയാലും. ദൈവാത്മാവ് എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ ആത്മാവാണ്, അത് ധർമ്മത്തിന്റെ ആത്മാവാണ്, അത് അനുഗ്രഹത്തിന്റെ ആത്മാവാണ്. ദൈവാത്മാവ് ഒരു മനുഷ്യരെ കയറിയാൽ, അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് ഒരു മനുഷ്യനെ നിയന്ത്രിച്ചാൽ, അവൻ നന്മ തിന്മകളെ കുറിച്ച് അറിവുള്ളവനായി മാറുകയും സമൂഹത്തിൽ നന്മ പ്രവർത്തിക്കുന്നവനായി തീരുകയും ചെയ്യും. എന്നാൽ സാത്താൻ ഒരുവനിൽ പ്രവേശിച്ചാൽ അവൻ മോശമായി മാറുകയും അവന് തൻ്റെ സഹോദരന്മാരെ കാണാൻ കഴിയാതെ വരികയും അവൻ അനീതി ചെയ്യുകയും അക്രമങ്ങൾ ചെയ്യുകയും ഫോഷ്ക്ക് പ്രവർത്തിക്കുകയും വ്യഭിചാരം ചെയ്യുകയും അങ്ങനെ കൊലപാതകം ചെയ്യുകയും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന യാതൊരു മടിയില്ലാത്തവനായി മാറുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നരകം പിശാചിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മേഖലയാണ്. അവിടെ പോകുന്നത് പ്രധാനമായിട്ട് പിശാചാണ്. പിന്നെ നരകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ സ്തോത്രം കർത്താവിനെ അറിയാത്ത, കർത്താവിനെ അംഗീകരിക്കാത്ത ആളുകളുണ്ട്. കർത്താവിനെ അറിയാത്തതല്ല, കർത്താവിനെ അംഗീകരിക്കാത്ത ആളുകൾ, അക്സെപ്റ്റ് ചെയ്യാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ യേശു എന്നത് സകല ലോകത്തിന്റെ രക്ഷകനായ യേശുവാണ്. അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഒരു ദൈവമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് സത്യത്തിൽ യേശുവിനോട് ഒരു വിരോധം ഉണ്ടാകേണ്ട യാതൊരു കാര്യമില്ല. യേശു എല്ലാവരെയും സ്നേഹിക്കുന്നവനായൊരു കർത്താവാണ്. യേശുവിന് വിരോധം ഉണ്ടായാൽ യേശുവിനൊന്നും ഇല്ലെന്നുള്ളതാണ്. അതായത് യേശു അത് മൈൻഡ് ചെയ്യുന്നില്ലെന്നാണ്. കാരണം സർവ്വത്തിന്റെയും നാഥനും സർവാധിപനും സർവത്തെയും നിയന്ത്രിക്കുന്നവനും സകലത്തെയും നീക്കുവാനും പോക്കുവാനും ഒക്കെ പ്രാപ്തനുമായ സർവശക്തനായ ദൈവത്തിന് ഒരു മനുഷ്യൻ വേണ്ട എന്ന് വെച്ചാൽ യേശുവിന് വിഷമമുണ്ടാകും എന്നുള്ളതല്ലാതെ അതുകൊണ്ട് കർത്താവിന് യേശുവിന് വലിയ നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. നഷ്ടം ഉണ്ടാകുന്നത് യേശുവിനെ അവഗണിക്കുന്ന, യേശുവിനെ വേണ്ടെന്ന് വയ്ക്കുന്ന ആളുകൾക്ക് മാത്രമാണ് എന്നുള്ള സത്യം കൂടി നമ്മൾ മറന്നു കളയണം. നമ്മൾ യേശുവിനെ അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ യേശുവിനെ അംഗീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, യേശുവിനെ അംഗീകരിക്കാനുള്ള കാര്യം യേശു നമുക്ക് നിത്യജീവൻ പകരുന്നവനാണ് എന്നുള്ളത്. നിത്യജീവന്റെ മറ്റൊരു അർത്ഥം സ്വർഗരാജ്യം എന്നുള്ളതാണ്. സ്വർഗരാജ്യം, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സ്വർഗരാജ്യം എന്നുള്ളത്. സ്വർഗരാജ്യത്തിന്റെ ഒരു ആഴത്തിലുള്ള അർത്ഥം എന്ന് പറയുന്നത് സ്വർഗം എന്നുള്ളതാണ്. അഥവാ നിത്യതയോളമുള്ള ജീവിതം എന്ന്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമെന്ന് യോബിന്റെ പുസ്തകം ചോദിക്കുമ്പോൾ വ്യക്തമായിട്ടെടുത്ത വാക്യത്തിൽ പറയുന്നത് മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും. എങ്ങനെ? യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യൻ വീണ്ടും ജീവിക്കുകയാണ്. അതായത് യേശുക്രിസ്തുവിനെ ഒരു മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവായിട്ട് സ്വീകരിക്കുന്ന നിമിഷത്തിൽ അവൻ ദൈവത്തിന്റെ പ്രത്യേക ആ ഗ്രൂപ്പിലേക്ക്, അല്ലെങ്കിൽ കർത്താവ് നിശ്ചയിക്കപ്പെട്ട ചില ആളുകളുടെ ആ സംഘത്തിലേക്ക് അവൻ ചേരുകയും അവന് ഈ സ്വർഗീയമായ സന്തോഷം അവന് കരസ്ഥമാക്കുകയും ചെയ്യുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വാക്യം ഇങ്ങനെയുണ്ട്, ഞാനത് വായിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരെഴുതുക. ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. തീപ്പൊയ്ക എന്ന് പറയുന്നത് നരകമാണ്. നരകത്തിൽ അവിടെ സ്തോത്രം എന്താണുള്ളത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. 21-ാം അധ്യായത്തിലേക്ക് വീണ്ടും വരുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ അവരുടെ കണ്ണിനെ തുളിച്ചളിന് മരണം ഉണ്ടാകില്ല, ദുഃഖം മുറുകളും കഷ്ടത ഉണ്ടാകില്ല, ഒന്നാമത്തെ കഴിഞ്ഞു പോയി സിംഹാസനിരിക്കുന്നു, ഇതാ ഞാൻ സകലം പുതുതാക്കുന്നു എന്ന് പറഞ്ഞു. അതായത് സ്വർഗത്തിന്റെ അവസ്ഥകളാണ് അത്. 2-ാമത്തെ നരകത്തിന്റെ കാര്യം എഴുതിയിട്ടുണ്ട്. 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ജയിക്കുന്നവൻ അത് അവകാശമായി ലഭിക്കും, ഏത് സ്വർഗം. എന്നാൽ തോൽക്കുന്നവൻ എന്ത് സംഭവിക്കും? തോൽക്കുന്നവൻ യേശുവിനെ അംഗീകരിക്കാത്ത ആളുകൾക്ക് എന്ത് സംഭവിക്കും? എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുത്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്ക് ഫോഷ്കുറെ നേവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2-ാമത്തെ മരണം. തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയാണ് നരകമെന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. തീ പൊയ്കയിൽ എന്ന് പറയുന്നത് നരകമാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന തീയുള്ള ഒരിടമാണ് നരകം. അവിടെ ഇരുട്ടാണ്, അവിടെ ചാകാത്ത പുഴുവുണ്ട്. അതൊക്കെ ഈ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആളുകൾ പറയും അതൊന്ന് വിട്ടുത്തരമായി പറയുന്നത്. കാരണം മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് വികാരങ്ങളില്ല, അഥവാ അവന് ആച്ഛാദനങ്ങളില്ല, അതായത് അവൻ്റെ ശരീരത്തിലൊന്നും അനുഭവം കഴിയത്തില്ലെന്നൊക്കെ ആളുകൾ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അത് തെറ്റായ ചിന്താഗതിയാണ്. കാരണം ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, മരിച്ചാലും നമുക്ക് അനുഭവിപ്പാൻ കഴിയുമെന്നുള്ളതാണ്. അനുഭവിക്കാൻ കഴിയും, കഷ്ടം നമുക്ക് അനുഭവിപ്പാനായിട്ട് കഴിയുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് മരിച്ച ശേഷവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയും, സങ്കടം അനുഭവിക്കാൻ കഴിയും, വേദന അനുഭവിക്കാൻ കഴിയും, ആശ്വാസം അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾ മരിച്ച ശേഷം സ്വർഗത്തിൽ ചെന്നിട്ട് നിങ്ങൾ കണ്ണീരെല്ലാം കറുത്ത് തുളച്ചു കളയും, നിങ്ങൾക്ക് സന്തോഷം നൽകുമെന്നൊക്കെ പറയുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ സന്തോഷവും കഷ്ടതയും നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ അനുഭവിക്കാൻ കഴിയുമെന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം ആരും മറന്നു കളയരുത്,
ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരിടം കൂടെയാണ് നരകം എന്ന് പറയുന്നത്. അപ്പം അത് പിശാചിന് വേണ്ടി ഉണ്ടായിരിക്കുന്ന ഇടം ആണെങ്കിൽ പോലും അത് അവിടെ പിശാചിൻ്റെ പക്ഷം ചേർന്ന് പിശാചിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരുവിനെ സംബന്ധിച്ച് അവനും ആ കൂടെ തന്നെ പോകുവാനായിട്ട് ഇടയായിത്തീരുമെന്ന് പറയുന്നത്. എന്നാൽ ആരാണ് സ്വർഗത്തിൽ പോകുന്നത്? സ്വർഗത്തിൽ പോകുന്നത് ക്രിസ്ത്യാനികളാണോ? അല്ല. പിന്നെ ആരാ സ്വർഗത്തിൽ പോകുന്നത്? ബന്ധക്കോസ്തുകാരാണോ? അല്ല. അങ്ങനെ ചിന്തിച്ചല്ലേത്. ബന്ധക്കോസ്തുകാരും ക്രിസ്ത്യാനികളും ഒന്നും അല്ല സ്വർഗത്തിൽ പോകുക. സ്വർഗത്തിൽ പോകാനുള്ള ഏക വഴി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ച് ബോൺ അഗെയിൻ ആയിട്ടുള്ള വീണ്ടും ജനിക്കപ്പെട്ട സകല മനുഷ്യരുമാണ് സ്വർഗത്തിൽ പോകുന്നത്. കാരണം അതാണ് സ്വർഗത്തിലേക്കുള്ള പോകാനുള്ള വിസ, അതാണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. സ്തോത്രം. ബന്ധക്കോസ്തുകാരെല്ലാവരും സ്വർഗത്തിൽ പോകുമെന്നും തെറ്റിദ്ധരിച്ച് ഇരിക്കരുത്. കാരണം എല്ലാവരും ഒന്നും സ്വർഗത്തിൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിൻ്റെ അകത്തും പുഴുക്കുത്തുകളുണ്ടല്ലോ, ഇതിനകത്തും ഈ സത്യസന്ധമായിട്ട് കർത്താവിനെ ആരാധിക്കാത്ത ആളുകളുണ്ടല്ലോ. അവർ സ്വർഗത്തിൽ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ബൈബിൾ വളരെ സത്യമാണ്, അത് മുഖപക്ഷമില്ലാത്തതാണ്, അത് ഏത് വലിയവനോടും ചെറിയവനോടും ഒരുപോലെ ഇടപെടുന്നവനാണ്, അത് ഇരുവായ്ത്തല്ലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് വളരെ കൃത്യതയോടെ ജീവിതത്തെ മാത്രം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആ പിന്നെ ക്രെഡിബിലിറ്റി നോക്കി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വിശുദ്ധി നോക്കി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നൊരു ദൈവമാണ് ഈ ഭൂമിയും ഭൂമണ്ഡലങ്ങളും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം എന്ന് പറയുന്നത്. നോക്കൂ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ചില അസത്യങ്ങളെ, ചില ഫേക്കായിട്ടുള്ള ഐഡിയകളെ, ചില റോങ് നമ്പേഴ്സിനെയൊക്കെ ആളുകൾ പഠിക്കുകയും അതിനെതിരെ ശക്തമായിട്ട് ചില ആളുകളെ ദൈവം ഉപയോഗിച്ച് ലോക സമൂഹത്തിന് മുൻപിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇതിൻ്റെ ഇടയിൽ സത്യം എന്നുള്ളതൊന്നുണ്ട്, ജെന്യുവിനായിട്ടുള്ള ഒന്നുണ്ട്. ഇതിനെതിരെ സർവശക്തനായ ദൈവം എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇതിനെതിരെ സകലത്തെയും സൃഷ്ടിച്ച ജഗദീശ്വരൻ എന്നൊരു ഒരു 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 പ്രഭാവമുണ്ട്. ആ പ്രഭാവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരുവിനെ സംബന്ധിച്ച് അവന് ഈ നിത്യമായ ജീവിതം, എൻ്റേണൽ ലൈഫ് കരസ്ഥമാകാൻ കഴിയും. അത് ബൈബിൾ വളരെ വ്യക്തമായിട്ട് നിർവചിക്കുന്നത് അത് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് എന്നാണ്. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട രക്ഷയ്ക്കായി നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇത് നിങ്ങൾ അംഗീകരിക്കണോ എന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കോണം എന്നുള്ളത് വളരെ ഒരു സത്യസന്ധമായ കാര്യമാണ്. ഇതാണ് സത്യം, അത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷാവും കർത്താവുമായിട്ട് സ്വീകരിക്കാനുള്ളൊരു മഹാഭാഗ്യം എനിക്ക് തന്നു. എൻ്റെ വൈഫ്, കുഞ്ഞുങ്ങൾ അവരൊക്കെ അതിന് താല്പര്യമുള്ളവരാണ്. അവരൊക്കെ കർത്താവിനെ ആത്മാവിലും സ്വത്തിലും ആരാധിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യാശയുണ്ട്, പ്രതീക്ഷയുണ്ട്. നരകത്തിൽ ഒരിക്കലും പോകില്ല. കാരണം ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുകയാണ്. നരകത്തിൽ നിന്ന് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കർത്താവ് പ്രവേശിപ്പിച്ചിരിക്കുന്ന വിശ്വാസമുണ്ട്. അതിനുവേണ്ടി പ്രതീക്ഷയോടെ വിശുദ്ധിയോടെ ഞങ്ങൾ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും അങ്ങനെ ഒരു ജീവൻ നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ഈ സുവിശേഷത്തിന് വിരോധമായ ശക്തമായ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ചില ഗ്രൂപ്പുകളുടെ, പ്രത്യേക ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലൊക്കെ സുവിശേഷന് വിരോധം നടക്കുകയാണ്. എനിക്കറിയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്, എനിക്കറിയില്ല. കാരണം ഇത് മാത്രമാണ് വഴി എന്നുള്ളതും ഇത് മാത്രമേ സത്യം എന്നുള്ളതും ഇതിൽ കൂടെ അല്ലാതെ സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല എന്നുള്ളത് സത്യം നിങ്ങൾ മറന്നു കളയരുത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രോഗ്രാം എന്ന് പറയുന്നത്, പിശാചിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, അവൻ മനുഷ്യരെ തെറ്റിച്ച് ദൈവഭാഗത്തു നിന്നും നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മെനക്കെട്ടിറങ്ങിയിരിക്കുന്ന ഒരു ബാഡ് സ്പിരിറ്റാണ് പിശാച്. അവർ ചില ഹൃദയങ്ങളെയൊക്കെ വശീകരിച്ച് ദൈവത്തിൻ്റെ സുവിശേഷം അത് മനുഷ്യർക്ക് ബോധ്യമാകാതിരിക്കേണ്ടതിന്, അത് മനുഷ്യർക്ക് മനസ്സിലാക്കാതിരിക്കേണ്ടതിന് ഏതൊക്കെ വിധത്തിൽ അതിനെ തടയാമോ അതിനെല്ലാം തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിശാച്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവത്തിനല്ലേ ബലം കൂടുതൽ, പിശാചിന് ബലം കുറവല്ലേ, ദൈവത്തിന് കൂടുതൽ പ്രവർത്തിച്ചുകൂടുന്നത്? അത് പ്രധാന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. നിങ്ങൾ നോക്കൂ, എവിടെയെല്ലാം ഈ സുവിശേഷത്തിന് വിരോധമായിട്ടുണ്ടോ അവിടെയെല്ലാം ശക്തമായ ഉണർവുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഭയങ്കരമായ വിരോധം നടക്കുന്ന ഒരു സമയത്തൂടെയാണ് കഥ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ചില വർഷങ്ങൾക്ക് ശേഷം ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്ത് ദൈവം ചില റിവൈവലിനെ അയക്കും. ചില നന്മകളെ കത്ത് ചില സഭകൾ അവിടെ ഉയർത്തെഴുന്നേൽക്കും. ചില ആളുകൾ ശക്തമായി എതിർപ്പിൻ്റെ നടുവിൽ കൂടെ, തീച്ചൂളുടെ നടുവിൽ കൂടെ കർത്താവ് യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ആരാധിക്കും എന്ന് പറഞ്ഞ് അവർ വേർതിരിയുന്ന ദിവസങ്ങളായി തീരാൻ പോകുകയാണ്. കാരണം കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഛത്തീസ്ഗഡിൽ വളരെ കഷ്ടതയിലൂടെ ദൈവമക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഇങ്ങനെ അങ്ങ് തീർന്നു പോകത്തില്ല, ഇങ്ങനെ അങ്ങ് നശിച്ചു പോകത്തില്ല. ബൈബിൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്ക് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും. സഭയെന്ന് പറഞ്ഞാൽ ഈ ചർച്ച, ഈ സഭ, ഈ ദൈവമക്കൾ, ഇവയെ ദൈവം പണിയുക തന്നെ ചെയ്യും. അനേക ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും അനേക ആയിരക്കണക്കിന് ആളുകളെ കർത്താവ് വേർതിരിച്ചിട്ട് കർത്താവിൻ്റെ പ്രിയ മക്കളായി ചേർക്കും. നിർദോഷികളായ, തെറ്റ് ചെയ്യാത്തവരായ, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്ന അനേക ആയിരക്കണക്കിന് ജനങ്ങളുണ്ട്. നിങ്ങൾക്കാർക്കും അവരെ തോൽപ്പിക്കാനോ അവരെ തടയുവാനോ കഴിയത്തില്ല. ആർക്കും തടയാനാവാത്തൊരു ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരിക തന്നെ ചെയ്യും. അനേക ആയിരങ്ങൾ ഇന്ത്യയിൽ കർത്താവിനെ അംഗീകരിക്കും. കാരണം
വേറൊരു വഴി രക്ഷിക്കപ്പെടുവാനില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. നിങ്ങൾ പ്രസ്താവിക്കുന്ന, നിങ്ങൾ പറയുന്ന ഈ സംഗീതകൾക്കൊന്നും സ്വർഗത്തിലേക്ക് മനുഷ്യ കൊണ്ടെത്താൻ കഴിയത്തില്ല. അത് പിശാചിന്റെ മതമാണ്, പിശാചിന്റെ ഇഷ്ടങ്ങളാണ്, പിശാചിന്റെ താല്പര്യങ്ങളാണെന്നാൽ ദൈവം സ്നേഹിക്കുന്ന മനുഷ്യൻ നിശ്ചയമായും ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും. അതിന് എത്ര തിരമാലകൾ ഉയർന്നാലും, എത്ര ശക്തമായ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉണ്ടായാലും, എത്ര ശക്തമായ ആളുകൾ ഒരുമിച്ച് നിന്നാലും ദൈവം തന്നെ പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. കാരണം ദൈവം സർവശക്തനായ ദൈവമാണ്. അവൻ തന്റെ രാജ്യത്തെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കത്തില്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രോമിസാണ്. എവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെയെല്ലാം എതിർപ്പുകൾ എവിടെ ഉണ്ടായിട്ടുണ്ട്, അവിടെയെല്ലാം സഭ വളർന്നിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നരകമുണ്ട് എന്നുള്ളത് ആരും മറന്നു കളയരുത്. നരകം അത് പിശാചിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇടമാണ്. അവിടെ പിശാചിനെ പിൻപറ്റുന്ന, തിന്മ പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം അവിടേക്ക് നിശ്ചയമായും പോകും. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് അവനെ ആരാധിക്കുന്ന ഒരു ജനസമൂഹമുണ്ട്. അത് ഒത്തിരിയൊന്നും ചിലപ്പോൾ കാണത്തില്ല, പക്ഷെ അവർ നിശ്ചയമായും നിത്യതയിലേക്ക് അവർ പ്രവേശിക്കുമെന്നുള്ള കാര്യം സത്യമാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത, ജീവപുസ്തകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രക്ഷിക്കപ്പെടുന്ന ആളുടെ പേരെഴുതുന്ന പുസ്തകമാണ്. അതിനെ ആത്മീകമായിട്ട് നമുക്ക് മനസ്സിലാക്കിയാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഒരു ലിസ്റ്റ് ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ആ ലിസ്റ്റിലുള്ള എല്ലാവരെയും കർത്താവ് രക്ഷിക്കുകയും ജീവപുസ്തകം പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കിൽ തള്ളിയിടുകയും ചെയ്യും. നരകത്തിലേക്ക് പോകേണ്ടി വരും. നിശ്ചയമായ കാര്യമാണ്. അതെത്ര വലിയവനാണെങ്കിലും, എത്ര ഉന്നത കുലജാതനെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആളായാലും, രാജ്യത്തെ മുഴുവൻ ഭരിക്കുന്നവനായാലും, എല്ലാ പ്രൗഢിയും എല്ലാ സമ്പത്തും ഉള്ളവനായാലും, കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവായിട്ട് സ്വീകരിക്കാത്ത ഏവനും നരകത്തിൽ പോകും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ബൈബിൾ അങ്ങനെ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ബൈബിൾ സത്യമാണ്. കർത്താവ് തന്നെ പ്രവൃത്തി ചെയ്യുക തന്നെ. അതിൻ്റെ ഇടയിൽ പാവപ്പെട്ടവരായ, അല്ലെങ്കിൽ കർത്താവിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന, കർത്താവിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർ നിശ്ചയമായും ദൈവസന്നിധിയിൽ ദൈവത്തിന് വിലയേറിയവർ തന്നെയാണ്. കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം അവർ സൂക്ഷിക്കുക തന്നെ ചെയ്യും. പുറമെയുള്ള ചില ഓളങ്ങൾ കാട്ടി പീഡിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ നിശ്ചയമായും